ലക്ഷദ്വീപിൽ നിർബന്ധിത വിരമിക്കൽ 47 സർക്കാർ ജീവനക്കാരെ പിരിച്ചുവിട്ടു. ലക്ഷദ്വീപിലെ വിവിധ ദ്വീപുകളിൽ അഡ്മിനിസ്ട്രേഷൻ കീഴിൽ വിവിധ വകുപ്പുകളിൽ ജോലി ചെയ്യുന്ന സർക്കാർ ജീവനക്കാരെ സർവീസിൽ നിന്നും നിർബന്ധിതമായി വിരമിപ്പിച്ചു. 47 ജീവനക്കാരെയാണ് ഇത്തരത്തിൽ പിരിച്ചുവിട്ടത്. ഫണ്ടമെന്റൽ റൂൾ 56I പ്രകാരമുള്ള സവിശേഷ അധികാരം ഉപയോഗിച്ചായിരുന്നു പിരിച്ചുവിടൽ. കവരത്തിയിലെ സെക്രട്ടേറിയറ്റ് സർവീസ് സെക്ഷനിലാണ് ഇത് സംബന്ധിച്ച ഔദ്യോഗിക ഉത്തരവുകൾ പുറത്തിറങ്ങിയത്. വിവിധ ദ്വീപുകളിലെ 37 മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ്, 6 അപ്പർ ഡിവിഷൻ ക്ലർക്ക്, 3 ലോവർ ഡിവിഷൻ ക്ലർക്ക്, 1 സ്റ്റെനോഗ്രാഫർ എന്നിവരുൾപ്പെടെയുള്ള ജീവനക്കാർക്കെതിരെയാണ് അഡ്മിനിസ്ട്രേഷന്റെ ഈ അടിയന്തര നടപടി. 2026 രണ്ടാമത്തെ കൂട്ട പിരിച്ചുവിടലാണിത്. കഴിഞ്ഞ ജനുവരിയിലും ഇത്തരത്തിൽ ജീവനക്കാരെ നിർബന്ധിതമായി വിരമിപ്പിച്ചിരുന്നു. പൊതു താൽപര്യം മുൻനിർത്തിയാണ് ഈ നടപടിയെന്നാണ് അഡ്മിനിസ്ട്രേഷൻ നൽകിയ വിശദീകരണം. ജീവനക്കാരുടെ ഇതുവരെയുള്ള സേവന റെക്കോർഡുകൾ വിലയിരുത്താൻ രൂപീകരിച്ച പ്രത്യേക റിവ്യൂ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് തീരുമാനം. 33 വർഷം സർവീസ് കഴിഞ്ഞവർ, 56 വയസ്സ് തികഞ്ഞവർ എന്നിങ്ങനെ തരംതിരിച്ചാണ് പിരിച്ചുവിടൽ. ഉത്തരവ് കൈപ്പറ്റുന്ന തീയതി മുതൽ പ്രാബല്യത്തിൽ വരുന്ന രീതിയിലാണ് നടപടിയെങ്കിലും പിരിച്ചുവിടപ്പെട്ട ജീവനക്കാർക്ക് നോട്ടീസ് കാലാവധിക്ക് പകരമുള്ള 3 മാസത്തെ ശമ്പളവും അലവൻസുകളും നൽകും. മാത്രമല്ല, നിലവിലുള്ള ചട്ടങ്ങൾക്കനുസൃതമായ പെൻഷൻ ആനുകൂല്യങ്ങൾക്ക് ഇവർ അർഹരായിരിക്കുമെന്നും സ്പെഷ്യൽ സെക്രട്ടറി പത്മാകർ ത്രിപാഠി പുറപ്പെടുവിച്ച ഉത്തരവിൽ പറയുന്നു. യാതൊരു മുന്നറിയിപ്പും നൽകാതെയുള്ള അഡ്മിനിസ്ട്രേഷന്റെ ഈ നടപടി ദ്വീപ് ജീവനക്കാർക്കിടയിലും പൊതുസമൂഹത്തിലും വലിയ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്.